ഞാനൊരു തട്ടിക്കൂട്ട് നാരങ്ങ അച്ചാറുണ്ടാക്കാനാണ്. ഇത് കുറച്ച് ഒരു 3-4 നാരങ്ങ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഒന്ന് അച്ചാർ ഇട്ടേക്കാമെന്ന് ഓർത്തു. ഇത് അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് ഇളക്കി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈന്തപ്പഴം കൂടി ഇടുന്നുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് കരിവേപ്പില. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി എണ്ണയും ഇവിടെ നിന്ന് കിട്ടുന്ന വിനാഗിരി കേട്ടോ. ഇത് രണ്ടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. അപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുപ്പയിലോട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ പാത്രം ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. ഇച്ചിരി കൂടുതൽ ഒഴിക്കണേ, അച്ചാറിനല്ലേ. അതിനും ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാവേ. അപ്പം നമുക്ക് ഇച്ചിരി കടുകിടാം. കടുകിട്ട് കൊടുക്കാവേ. ഇപ്പം ഞാൻ ഇവിടെ ഉള്ള പാത്രത്തിനകത്താണ് അച്ചാർ ഇടുന്നത്. ഇപ്പം കടുക് പൊട്ടി, നമുക്കിനി വെളുത്തുള്ളി ഇടാവേ. ഇനി ഇഞ്ചി ഇടാം. ഇളക്കി കൊടുക്കാവേ. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം. മൂക്കട്ടെ. ഇത് കുറച്ച് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഇവിടെ കിട്ടുന്നത് വലിയ പച്ചമുളകാണ്. ഭയങ്കര വലിപ്പമുള്ള പച്ചമുളകാണ്. നമുക്ക് അത് കാരണം കൊണ്ട് ഒന്ന് ഇട്ടാൽ മതി. എരിവുണ്ട്. ഇനി മൂക്കട്ടെ. നമുക്കിനി കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇവിടുന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന കരിവേപ്പിലയാണ്. ഇളക്കി കൊടുക്കാവേ. അതിന് മൂക്കട്ടെ. ഇപ്പം വെളുത്തുള്ളി ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയെ. അപ്പോൾ ഉലുവ ഇവിടുന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് അത് ഞാൻ പൊടിച്ചിട്ട് എടുക്കുന്നതാണ്. ഇവിടുത്തെ മുളക് പൊടിയും ഇവിടുത്തെയാണ്, മഞ്ഞൾപ്പൊടിയും ഇവിടുത്തെയാണ്. നല്ല കളറുണ്ടാകും. പക്ഷേ എരിവ് കൂടുതലുണ്ട്, കുറവുള്ളതും ഉണ്ട്. ഞാൻ കുറവുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. നമുക്കിനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നാരങ്ങയ്ക്കകത്ത് മുളക് പൊടി ഇട്ടേക്കുന്ന കാരണം കൊണ്ട് കുറച്ചാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. മൂക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇളക്കി കൊടുക്കാവേ. മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി ഉപ്പ് ഇട്ടാം. ഇളക്കി കൊടുക്കുക. നമുക്കിനി നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നാരങ്ങയുണ്ട്. നാരങ്ങ അങ്ങോട്ട് ഇടുവാണേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഞാൻ തീ കുറച്ച് ഇട്ടേക്കുവാണേ.
ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാവേ. ഞാൻ ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണേ. ഇളക്കി നോക്കാം. അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനി അധികം ഗ്യാസ് ഓണാക്കി വെക്കരുത്, ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇത് അവിടെ കിടന്ന് സെറ്റായിക്കോളും. പിന്നെ എനിക്കധികം ചാറ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ല, വിനാഗിരി മാത്രമേ ഉള്ളൂ ഒഴിച്ചിട്ടുള്ളൂ. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകമാണ്. ഇനി ഇത് ഒരു 2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാണ് ഇസ്രായേലിൽ നിന്ന് ഞാനൊരു തട്ടിക്കൂട്ട് നാരങ്ങ അച്ചാറുണ്ടാക്കിയത്.